മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ കയറി ചെന്ന് കുത്തിവെച്ച സംഭവത്തിൽ അജ്ഞാതൻ പിടിയിലായിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സന്തോഷ് നൽകും പത്തനംതിട്ടയിൽ നിന്നും. സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്കറിയാം, ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കോവിഡിന്റെ വാക്സിനാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അജ്ഞാതൻ വീട്ടിൽ കയറിക്കൊണ്ട് ഈ സ്ത്രീയെ കുത്തിവയ്പ് നടത്തിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പിടിയിലായ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഭദ്ര, ഇന്നലെ രാവിലെ 11:30 കൂടിയാണ് റാന്നി വലിയ കലിങ്ങിലുള്ള അന്നമ്മ എന്ന 66 വയസ്സുള്ള അന്നമ്മ എന്ന ആളുടെ വീട്ടിൽ ഈ പ്രതി എത്തുന്നത്. കടമനിട്ട സ്വദേശിയാണെന്ന് ഈ അന്നമ്മയെ പരിചയപ്പെടുത്തി യുവാവ്. അതിനുശേഷം കോവിഡ് വാക്സിനാണ് എടുക്കേണ്ടതെന്ന് അവരെ അറിയിക്കുകയും 2 ഏണിയും കുത്തിവയ്പ് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ അവിടുന്ന് മടങ്ങിയായിരുന്നു. ഇയാൾ അവിടെ എത്തിയത് ഒരു സ്കൂട്ടറിലായിരുന്നു. ആ സ്കൂട്ടറിന്റെ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പിന്നീട് പോലീസിൽ പരാതി കിട്ടിയതിനു ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായ ഈ വാഹനത്തിന്റെ ഉടമ ആകാശ് എന്ന് പറയുന്ന ആളാണ് ഈ പ്രതി. ഈ പ്രതി ജോലി ചെയ്തു വന്ന സ്ഥാപനത്തിന്റെ ഉടമയുടേതായിരുന്നു ഈ സ്കൂട്ടർ. അങ്ങനെ ആ അന്വേഷണമാണ് അവസാനം പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ആകാശ് 28 ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ വൈകുന്നേരം മുതൽ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയെങ്കിലും കൃത്യമായി ഇയാൾ മറുപടി പറയുന്നില്ലായിരുന്നു. പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പോലീസിന് എന്തിനു വേണ്ടിയാണ് ഇയാൾ ഈ കുത്തിവയ്പ് എടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് യാതൊരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ആകാശിന് മാനസിക പ്രശ്നം ഉള്ളതായി പോലീസിന്റെ ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസിന്റെ ഒരു പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. പക്ഷേ ഈ അന്നമ്മയെ ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുകയും അത് അന്നമ്മയുടെ വീടിന്റെ ഭാഗത്തൂടെ പോയപ്പോൾ അന്നമ്മ അവിടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നതായി കണ്ടു. തുടർന്ന് അവിടെ കയറി കോവിഡ് വാക്സിൻ ആണ് എടുക്കേണ്ടത്, ബൂസ്റ്റർ ഡോസ് ആണ് എടുക്കേണ്ടതെന്ന് പറയുകയും 2 ഏണിനും കുത്തിവയ്പ് എടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഒരു വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പ്രതിയായ ആകാശ് എന്ത് കാരണത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം അല്ലെ ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് യാതൊരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സന്തോഷ്, അതുപോലെ തന്നെ ഈ കുത്തിവെച്ച മരുന്നുണ്ടല്ലോ, അതെന്താണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ അതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ കുത്തിവെച്ച മരുന്ന് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധനകൾക്ക് വിട്ടിട്ടേ ഉള്ളൂ. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഈ സിറിഞ്ച് ഈ അന്നമ്മയുടെ കയ്യിൽ തന്നെ ഈ പ്രതി കൊടുക്കുകയും ഇത് കത്തിച്ചു കളയണം എന്ന് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് അന്നമ്മയ്ക്ക് ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി പോലീസിൽ കൊടുത്തത്. റാന്നി പോലീസ് അപ്പോൾ തന്നെ ഇതിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്ത് മരുന്നാണ് കുത്തിവെച്ചതിനുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഇയാൾ കുത്തിവെച്ചതെന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസിന് കൃത്യമായ മറുപടി കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രതി പരസ്പര ബന്ധമില്ലാതാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മാനസിക രോഗം മറ്റും ഉള്ളതായി പോലീസിന് ഒരു സംശയമുണ്ട്. ശരി, പത്തനംതിട്ടയിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കുത്തിവയ്പ് നടത്തിയ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നു പ്രതി. പത്തനംതിട്ട വലഞ്ചൂഴി സ്വദേശി ആകാശാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ. എന്തായാലും ഇയാൾ എന്ത് മരുന്നാണ് കുത്തിവെച്ചത് തുടങ്ങിയ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇയാളുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്തോഷ്.